ജോലി ചെയ്യുന്നത്? ഞാൻ ജോലി ചെയ്തിരുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോ ആയിരുന്നു. ഇപ്പോൾ ഞാൻ റിട്ടയർഡ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ വർക്കാണ്. സർവീസ് ആക്ടിവിറ്റീസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ഇപ്പം എറണാകുളത്ത് ഇതിന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുണ്ട്, CWC ഉണ്ട്, ചൈൽഡ് ലൈൻ ഉണ്ട്. അവിടെയൊക്കെ കേന്ദ്രീകരിച്ചാൽ നമുക്ക് ഒത്തിരി നന്മകൾ ചെയ്യാനുണ്ട്. എനിക്ക് തന്നെ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ കീഴിൽ തന്നെ ഒരു ഹോം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ അതൊരു എക്കോ എന്ന് പറഞ്ഞ ഒരു ഫാദേഴ്സ് നടത്തുന്ന അവിടെ ഒരു 18 കുട്ടികളുണ്ട്. ഇപ്പം പല ജില്ലയിൽ നിന്ന് കുറ്റാരോപിതരായിട്ടുള്ള കുട്ടികളെ നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ തന്നെ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് അത് അവിടെ അച്ഛന്മാരാണ് നടത്തുന്നത്. മാഡത്തിന് അവരെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്റെ ആ നമ്പർ ഞാൻ തരാം. അവർക്ക് ചൈൽഡ് ലൈൻ അതുണ്ട്. ചൈൽഡ് ലൈനിൽ നിങ്ങൾക്ക് പോയി കുഞ്ഞുങ്ങളെ വേണ്ട കൗൺസിലിംഗ് കൊടുക്കാം. അവർക്ക് വേണ്ട അവരുടെ പൊട്ടൻഷ്യൽ ഒന്ന് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഈ ഓരോ കുട്ടിക്കും അവനെ പറ്റിയുള്ളൊരു പ്ലാനിങ് തയ്യാറാക്കാൻ പറ്റും. എന്നുവെച്ചാൽ കുട്ടികൾക്ക് ഒത്തിരിയും കഴിവുണ്ട്. അവന്റെ നന്മ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് കണ്ടുപിടിച്ച് അവരുടെ ഒരു ബട്ടൺ അമർത്തിയാൽ അവരിന് കിട്ടാവുന്ന അതെ അതെ. അതുകൊണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ ഒത്തിരി ഈ 18 പിള്ളേരും പല തെറ്റുകളുള്ള ആരുപോലും ഇല്ലാത്ത കുട്ടികളാണ്. അന്നേരം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. മാഡം തത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അവന്റെ വിശേഷങ്ങൾ കേൾക്കാൻ പോലും സമയമില്ല. അപ്പൊ ഇതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവനെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കണം. അവന്റെ കുട്ടി ഏത് തീരുമാനങ്ങൾ എടുക്കുന്നത് അവന്റെ താല്പര്യം, അവന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആണ്. അതിപ്പം എവിടെയാണെങ്കിലും നിയമ വ്യവസ്ഥിതിയിലാണെങ്കിലും കുടുംബത്തിലായാലും സ്കൂളിലായാലും അവനെന്താണ് ആവശ്യം, അവന് ഏത് ചെയ്താലാണ് അവനെ നന്നാക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്, അവന് ഏത് നന്മ അവന്റെ പിന്നെ കുട്ടിയുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു. കുടുംബത്തിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. നമ്മളിപ്പം ഇവിടെ തന്നെയാണെങ്കിലും കുടുംബമാണ്. ഇപ്പം കൊച്ചൊരു കുറ്റം ചെയ്താല് ഇപ്പം നമുക്ക് വരുന്ന കേസുകളിനെ പറ്റി പറയാം. കേസുകൾ വന്ന് ഇപ്പം പോലീസ് ആയിരിക്കാം കൊണ്ടുവരുന്നത് നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങളെ. ആ പോലീസ് പിടിക്കുമ്പോൾ തന്നെ അവിടെ ഇപ്പം എല്ലാ പോലീസ് സ്റ്റേഷനിലും സ്പെഷ്യൽ പോലീസ് യൂണിറ്റുകൾ തുടങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ചൈൽഡ് വെൽഫെയർ ഓഫീസർ വേണം ഓരോ പോലീസ് സ്റ്റേഷനിലും. കുഞ്ഞുങ്ങളെ ഒരു പോലീസ് എവിടെ നിന്നെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അവനെ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ആ വെൽഫെയർ ഓഫീസറിനെയാണ് ആ പോലീസിൽ